ഹലോ, അപ്പൊ ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെറുനാരങ്ങ അച്ചാറാണ്. അമ്മ, ചെറുനാരങ്ങ അച്ചാർ 2 ദിവസമായി ചെറുനാരങ്ങ ആവിച്ച് അരിഞ്ഞ് ഉപ്പിട്ട് വച്ചേക്കുകയാണ്, വച്ചിരുന്നതാണ്. അതാണ് നിങ്ങൾ ആദ്യത്തെ വീഡിയോയിൽ കണ്ടത്. പിന്നീട് ഞാൻ ഇന്നത് അച്ചാറാക്കാൻ പോവുകയാണ്. അത് ഉരുളി അടുപ്പത്ത് വെച്ചു, എണ്ണ ചൂടായി, കടുക് ഇട്ടു, കറിവേപ്പില, വറ്റൽമുളക് ഒക്കെ ഇട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ വെളുത്തുള്ളി ഇട്ടു, കാന്താരി മുളക് ഇട്ടു. അത് ശരിക്ക് വരട്ടെ. അപ്പോൾ ഇച്ചിരി നേരം വേണം അതൊന്ന് ചൂടായി, അതിൻ്റെ ഗോൾഡൻ നിറം വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചൂടായി വരാൻ വേണ്ടിയിട്ട്. പരുവാകുമ്പോൾ നമുക്കറിയാൻ പറ്റും. പരുവാകുമ്പോൾ ആ മൂത്ത് വന്ന ആ മണമൊക്കെ വരും. അപ്പം ആ നിറം മാറണ സമയത്താണ് നമ്മൾ മുളക് പൊടി ഇടണം. ഇതില് അമ്മ സാധാരണ ഈ നാരങ്ങ അച്ചാർ ഉണ്ടാക്കുമ്പോൾ കയ്പ് വരാറുണ്ട്, അപ്പൊ കുട്ടികളൊക്കെ കഴിക്കാൻ മടിക്കും. ഇല്ല, അങ്ങനെ കയ്പൊന്നും വരില്ല. നമ്മളത് അപ്പച്ചമ്പിൽ വെച്ച് ആവി കയറ്റി കഴിഞ്ഞ് 2 ദിവസം ഇങ്ങനെ അരിഞ്ഞ് ഉപ്പൊക്കെ ഇട്ട് ഇളക്കി വെച്ച് കഴിയുമ്പോൾ അതിന് കയ്പൊന്നും ഉണ്ടാവില്ല. നമ്മൾ എന്നിട്ട് പിന്നെ അതിനകത്തേക്ക് വിനാഗിരിയൊക്കെ ചേർക്കൂലോ, അപ്പൊ കയ്പൊന്നും ഉണ്ടാവില്ല. ഇത് അത്യാവശ്യം പരുവായി വന്നു, അത്യാവശ്യം ഒരു ഗോൾഡൻ നിറായ കണ്ടോ, വെളുത്തുള്ളി ശരിക്കും ആയി പാകമായി. അപ്പോൾ നമ്മള് മുളക് പൊടി ഇടും. പാകമായെന്ന് തോന്നുമ്പോ മുളക് പൊടി ഇടും. ഇത് എത്ര മുളക് പൊടിയാണ് ഇട്ടത്? കാശ്മീരി മുളക് പൊടിയും അല്ലാതെ നല്ല മുളക് പൊടിയും കൂടെ കൂടിയിട്ടാണ് നമ്മൾ മിക്സ് ആക്കിയാണ് ഇട്ടേക്കുന്നത്. അത് നമ്മുടെ നാരങ്ങ ഒരു 1.5 കിലോ നാരങ്ങയുണ്ട്. അപ്പൊ അതിന്റെ പാകത്തിന് നമ്മൾ അങ്ങനെ സ്പൂണ് കണക്കൊന്നുമല്ല, നമ്മുടെ ഒരു കൈ കണക്ക് അതിനനുസരിച്ചാണ് നമ്മൾ മുളക് പൊടി ഇടുന്നത്. എന്നാലും ഒരു 5-6 സ്പൂൺ, 3-4 സ്പൂൺ മുളക് പൊടി വേണം. അതിട്ട് ശരിക്കും ചൂടായി, മുളക് പൊടി ഒന്ന് അങ്ങ് ശരിക്കും ചൂടായി കഴിഞ്ഞപ്പോൾ നമ്മൾ വിനാഗിരിയാണ് ഒഴിച്ചത്. വിനാഗിരി ഒഴിച്ച് ഇളക്കി. വിനാഗിരി ഒഴിക്കുമ്പോൾ ടേസ്റ്റ് കൂടുതൽ. വിനാഗിരി ഒഴിക്കുമ്പോൾ ശരിക്കും ആ പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒഴിക്കുന്നതാണ്. അതിനകത്ത് വെള്ളം ഒഴിക്കില്ല ഒരിക്കലും. നാരങ്ങ അച്ചാറിൽ വെള്ളം ഒഴിക്കില്ല. വെള്ളം ചേർത്താലാണ് കയ്പ് വരുന്നത്. വെള്ളം ഒന്നും ചേർക്കില്ല. അങ്ങനെ വിനാഗിരി ഒഴിച്ച് യോജിപ്പിച്ച്, മുളക് യോജിച്ച് കഴിഞ്ഞപ്പോൾ അരിഞ്ഞു വെച്ചേക്കണം നാരങ്ങ ഇട്ടു. നാരങ്ങ അതിലേക്ക് ഇട്ട് ഇനി ഇളക്കി എല്ലാം കൂടി യോജിപ്പിക്കണം. 2 ദിവസം ഇരുന്നത് കൊണ്ട് നാരങ്ങ എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്, നന്നായിട്ട് അവിഞ്ഞ് നല്ല പാകമായിട്ടുണ്ട്. അതിലേക്ക് വിനാഗിരി ഒഴിച്ചു. കുറച്ച് വിനാഗിരിയും കൂടി വേണമെന്ന് തോന്നി, അതുകൊണ്ട് അതും ഒഴിച്ചു. ഇനി നമ്മൾ കായപ്പൊടി, ഉലുവപ്പൊടി വറുത്ത് പൊടിച്ചതും, കായം വറുത്ത് പൊടിച്ചത്, കട്ട കായമായിരുന്നു, അത് വറുത്ത് പൊടിച്ച് അതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ആ മുളക് എല്ലാ നാരങ്ങയിലും എത്തണ രീതിയിൽ പിടിച്ച് ശരിക്കും യോജിക്കണം. അങ്ങോട്ട് നല്ല ഇളക്കി പരുവാകണം. അതെ, ശരിക്കും പറഞ്ഞത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ, വേഗം ഉണ്ടാക്കാം. നമുക്ക് അച്ചാറുണ്ടാക്കാൻ ഒത്തിരി താമസമൊന്നുമില്ല, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ഈ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ അതിൽ കുറെ പ്രിസർവേറ്റീവ്സ് ഒക്കെ ചേർക്കും. അതിന് ഉപ്പൊക്കെ കൂടുതലായിരിക്കും. നമുക്ക് ഇങ്ങനെ പാകത്തിനൊന്നും ആയിരിക്കില്ല. അങ്ങനെ കുറെ നാൾ ഇരിക്കാൻ വേണ്ടിയിട്ട്, പൂപ്പലൊന്നും കയറാതിരിക്കാൻ വേണ്ടി അവര് ശരിക്കും ഉപ്പൊക്കെ ഇച്ചിരി അധികം ചേർക്കും. ശരിക്കും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും സേഫ്. വീട്ടിലുണ്ടാക്കുന്ന അച്ചാറാണ് ഏറ്റവും നല്ല അച്ചാറ്. അങ്ങനെ ഒത്തിരി പാകത്തിന് ഉപ്പൊക്കെ ചേർക്കുള്ളൂ, ഒത്തിരി ഉപ്പൊന്നും ചേർക്കില്ല. ഇപ്പൊ തന്നെ നല്ല നാരങ്ങയുടെ ഒരു അച്ചാറിന്റെ ഒരു മണവും വരുന്നുണ്ട്, കാണാനും നല്ല രസമുണ്ട്. നല്ല ഒരു എല്ലാത്തിലും യോജിച്ച് നല്ല ഇരിക്കണുണ്ട്. അത് ഇന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് കൂട്ടി തുടങ്ങാം അച്ചാറ്. ഇപ്പൊ നമുക്ക് ഉപ്പ് അധികം കുറച്ചുകൂടി വേണമെന്ന് തോന്നിയോണ്ടാണ്. ഉപ്പ് കുറവാന്ന് തോന്നി, പാകമായില്ല, അപ്പൊ കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമുക്ക് നോക്കിയാൽ ഇടയ്ക്ക് ഇളക്കി കഴിയുമ്പോൾ നമുക്ക് ഉപ്പ് നോക്കാലോ. ഉപ്പ് നോക്കി കഴിയുമ്പോൾ നമ്മുടെ പാകത്തിനായി എന്ന് തോന്നുമ്പോൾ, ആയില്ലെങ്കിൽ ഒരു ശകലം കൂടി ഇട്ട് ഇളക്കി യോജിപ്പിച്ച് 2 ദിവസം ഇങ്ങനെ എന്നിട്ട് ഇരിക്കുമ്പോഴാണ് കറിവേപ്പിലയുടെയും കാന്താരി മുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ രുചി അങ്ങോട്ട് ഇളകും. അതിനോട് യോജിച്ച് വന്ന കായം, ഉലുവ എല്ലാം കൂടെ കൂടി നല്ല ടേസ്റ്റാണ് അച്ചാറിന്. ഉണ്ടാക്കി നോക്കിയാൽ നമുക്ക് ചോറിനൊക്കെ, കഞ്ഞിക്ക്, ചോറിന് ഒക്കെ കൂട്ടാം. പിള്ളേർക്കൊക്കെ സ്കൂളിലോ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന കുട്ടികൾക്ക് ചോറ് കൊടുത്തു വിടുമ്പോഴൊക്കെ വെച്ച് കൊടുത്തു വിടാൻ നല്ല അച്ചാറാണ്. സ്ഥിരം നിങ്ങൾ ഉണ്ടാക്കുന്ന അച്ചാറിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അച്ചാർ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നമ്മുടെ വീട്ടിൽ ഇങ്ങനെ വേറെ ഇതൊന്നും ഇല്ലല്ലോ, ഒരു കലർപ്പും ഇല്ലാത്ത നല്ല അച്ചാറ്.